പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു സന്തുലിതാവസ്ഥ തകരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത്. നമുക്കറിയാം, പല രാജ്യങ്ങളുമായും പലതരത്തിലുള്ള അലൈസ് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയത് മക്ക കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു അലയൻസ് ഉണ്ടായത് തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനുമായാണ്. ഈജിപ്തും ബംഗ്ലാദേശും ഒപ്പം ഇറാനും ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ അത് ഈ യുദ്ധാനന്തരമുണ്ടായ, അതായത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷമുണ്ടായ ഒരു ഭൗമ മാറ്റമായി വേണമെങ്കിൽ കരുതണം. ഇറാനെതിരെ ഇസ്രായേൽ തുടങ്ങിവെച്ച അമേരിക്ക തുടർന്നു കൊണ്ടുപോകുന്ന യുദ്ധം നമ്മുടെ ആഗോള തലത്തിലുണ്ടാക്കിയ സമ്മർദ്ദം വല്ലാത്ത തോതിലാണ്. ഇതിനിടയിലാണ് പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമേഖല കൂടി തുറക്കപ്പെടുന്നു എന്നുള്ള സംശയം ഉയരുന്നത്. അതായത് മറ്റെങ്ങുമല്ല, സിറിയ, ബഷർ അൽ അസദ് ദീർഘകാലം പരമാധികാരിയായിരുന്ന സിറിയ പുതിയ യുദ്ധമേഖല എന്നാണ് ഇപ്പോൾ വരുന്ന പുതിയ വിലയിരുത്തലുകൾ. സിറിയ അല്ലാതെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളാൽ വല്ലാതെ സംഘർഷഭരിതമായ ഒരു സ്ഥലമാണ്. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ പുതിയ വ്യോമാക്രമണമാണ് ഇക്കാര്യത്തിൽ വല്ലാത്ത ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സിറിയയിൽ എന്തുകൊണ്ട് ഇസ്രായേൽ കേന്ദ്രീകരിക്കുന്നു എന്നുള്ള സംശയത്തിന് പല വ്യാഖ്യാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ മാസം 18 ഓഗസ്റ്റ് 18 സിറിയൻ അതിർത്തിക്കടുത്തുള്ള അബു അൽ ദുഹൂർ വിമാനത്താവളത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിറിയയ്ക്ക് തുർക്കി കൈമാറാനിരുന്ന ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആംഡ് പേഴ്സണൽ കാരിയറുകളും തകർക്കപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സിറിയയിൽ തുർക്കിയുടെ സൈനിക സാന്നിധ്യമോ ആയുധങ്ങളോ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണത്തിലേക്ക് പോകാൻ തുർക്കി തയ്യാറായിട്ടില്ല എങ്കിലും ആയുധപരമായി, സൈനികമായി ശക്തമായ അത്യന്താധുനിക ടെക്നോളജിയുള്ള രാജ്യമായ തുർക്കിക്ക് ഇതിൽ വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, പ്രതികരണങ്ങളുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് പോകുന്നത് തടയാൻ അസർബൈജാൻ വഴി രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും തുർക്കിയുടെയും ഇസ്രായേലിൻ്റെയും സിറിയയിലെ താൽപ്പര്യങ്ങൾ ഏത് സമയത്തും സായുധ സംഘർഷമുണ്ടാക്കും എന്നുള്ള വിലയിരുത്തലും ചില ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് യുക്രൈൻ, ഇറാൻ എന്നീ യുദ്ധങ്ങൾക്ക് പുറമെ സിറിയയിൽ മറ്റൊരു പോരാട്ടമുഖം തുറക്കുമോ എന്നാണ്, അത്തരത്തിൽ തുറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ആഗോള തലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതായിരിക്കും, സംശയമില്ല. ഒരുപക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇത് മാറുമോ? സ്വാഭാവികമായും ഇത്തരമൊരു യുദ്ധം ആരംഭിച്ചാൽ ശാക്തിക ചേരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. രണ്ട് ഭാഗത്ത് നിലനിൽക്കുന്ന വൻ ശക്തികൾ ഉണ്ടാകും. അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പല ആശങ്കകളും സൃഷ്ടിക്കപ്പെടുന്നത്. സിറിയയിലെ ഇസ്രായേലിൻ്റെയും തുർക്കിയുടെയും താൽപ്പര്യങ്ങൾ സിറിയയിലെ ബഷർ അൽ അസദ് ഭരണകൂടത്തിൻ്റെ പതനത്തോടെ മേഖലയിൽ മുൻപുണ്ടായിരുന്ന റഷ്യൻ ഇറാനിയൻ സൈനിക രാഷ്ട്രീയ സ്വാധീനത്തിന് കടുത്ത തിരിച്ചടി നേരിടുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. ഈ ശൂന്യതയിലേക്കാണ് സ്വന്തം ആധിപത്യം സ്ഥാപിക്കാൻ തുർക്കിയും ഇസ്രായേലും വലിയ ശ്രമങ്ങൾ നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സിറിയ സമ്പന്നമായ ധാതു വിഭവങ്ങളുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ ഭരണകൂടത്തിൻ്റെ കാര്യക്ഷമതയില്ലായ്മ കൊണ്ടും അവരുടെ സ്വന്തം താൽപ്പര്യങ്ങൾ കൊണ്ടും അവരുടെ സ്വജന പക്ഷപാതം കൊണ്ടുമാണ് ആ രാജ്യത്തിൻ്റെ വിഭവങ്ങളെ കൃത്യമായി വിനിയോഗിക്കാൻ ഭരണകൂടങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നതും ഇപ്പോഴും ആ രാജ്യം ഒരു ദരിദ്ര രാജ്യമായി തുടരുകയും ചെയ്യുന്നത്. അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള തുർക്കിയുടെയും ഇസ്രായേലിൻ്റെയും രണ്ട് ശക്തരായ രാഷ്ട്രങ്ങളുടെ താൽപ്പര്യം. നയതന്ത്ര സൈനിക നീക്കങ്ങൾ സിറിയ ഇരു രാജ്യങ്ങൾക്കും പരോക്ഷ യുദ്ധഭൂമിയായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളുടെ താല്പര്യമെന്ന് പറയുന്നത് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ ഡമാസ്കസിൽ നിലനിർത്തുക എന്നതാണ്. അഹമ്മദ് അൽ ഷാറയുടെ നേതൃത്വത്തിലുള്ള പുതിയ സിറിയൻ സർക്കാരുമായി തുർക്കി സ്ഥാപിച്ച ഒരു ബന്ധമുണ്ട്, സൈനിക സഹകരണമുണ്ട്. അത് വലിയ തോതിൽ വലിയ ഡെപ്തായി ഇത് വളർന്നുമുണ്ട്. സായുധ സേനയെ പുനർനിർമ്മിക്കുന്നതിനായി ആയുധങ്ങൾ, ലോജിസ്റ്റിക്സ് പിന്തുണ, സൈനിക പരിശീലനം എന്നിവ നൽകാൻ തുർക്കി ഔദ്യോഗികമായി കരാറിൽ ഏർപ്പെടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നു. സിറിയൻ നാഷണൽ ആർമി പോലെയുള്ള തങ്ങളുടെ ശക്തികളെ ഉപയോഗിച്ച് വടക്കൻ സിറിയയിൽ സ്വാധീനമുറപ്പിച്ച തുർക്കി സിറിയയുടെ ഭാവി രാഷ്ട്രീയ സൈനിക ഘടനയിൽ അവിഭാജ്യ ഘടകമാകാൻ ശ്രമിക്കുന്ന സമയമാണ്. അവിടെയാണ് തെക്കൻ സിറിയയിലും ഗോളാൻ കുന്നുകൾക്ക് സമീപവും വിപുലമായ സുരക്ഷാ ബഫർ സോൺ നിർമ്മിച്ച് സ്വന്തം അതിർത്തി സുരക്ഷിതമാക്കാൻ ഇസ്രായേലിൻ്റെ ശ്രമം. ഇതാണ് സംശയമില്ല സംഘർഷത്തിന് കാരണമാകുന്നത്. സിറിയൻ വ്യോമമേഖലയിൽ പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന സമ്പൂർണ്ണ വ്യോമാധിപത്യത്തിന് തുർക്കിയുടെ സായുധ സാന്നിധ്യം കടുത്ത ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ വിലയിരുത്തുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുമാത്രമല്ല, സമീപകാലത്താണ് തുർക്കി ആവശ്യപ്പെടുന്നത്
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട് റെഡ് കോർണർ നോട്ടീസ് അടക്കം വേണം എന്നുള്ളത്. അത്രത്തോളം ശത്രുതയുണ്ട് തുർക്കിയും ഇസ്രായേലും തമ്മിൽ. തുർക്കിയുടെ ആധുനിക ഡ്രോണുകൾ, റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവ സിറിയയിൽ വിന്യസിക്കുന്നത് ഭാവി സൈനിക നീക്കങ്ങളെ തടസ്സപ്പെടുത്തുമെന്ന ഭയം ഇസ്രായേലിനുണ്ട്, സംശയമില്ല. അതുമാത്രമല്ല, ഇറാന് ശേഷം തങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാന സുരക്ഷാ ഭീഷണിയാണ് തുർക്കി എന്നും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം വിലയിരുത്തുന്ന പശ്ചാത്തലം പ്രധാനമാണ്. അവിടെയാണ് സിറിയയെ ചൊല്ലിയുള്ള സംഘർഷം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതും മറ്റും. ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ അടുത്തിടെ വലിയ ഇടിവുണ്ട്. ഗാസയിലേക്ക് സഹായമായി പോയ ആക്ടിവിസ്റ്റ് കപ്പൽ ഇസ്രായേൽ തടഞ്ഞതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ തുർക്കി അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും മറ്റും ചെയ്തു. അതുമാത്രമല്ല, ഇന്റർപോളിൻ്റെയും റെഡ് കോർണർ നോട്ടീസ് ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ച ഒന്നാണ്. ഇതിന് മറുപടിയായി നെതന്യാഹുവിൻ്റെ ഓഫീസ് ഉർദോഗാനെ ജൂതവിരുദ്ധ സ്വേച്ഛാധിപതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ സംഘർഷം വളരെ വലുതാണ്. കുർദുകളെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്നുവെന്നാണ് തുർക്കിക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ ആരോപണവും മറ്റും ഉയരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിറിയയിലെ താല്പര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും രണ്ടുപേരുടെയും സിറിയയിലെ താല്പര്യം. സിറിയ ഒരു ഭാഗത്ത് സിറിയ അതിശക്തമായ രാഷ്ട്രമായി തുടരണം എന്ന് തുർക്കി ആഗ്രഹിക്കുന്നു. എന്നാൽ സിറിയയെ വിഘടിതമാക്കാനും ദുർബലമാക്കാനും ഇസ്രായേൽ ആഗ്രഹിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ രണ്ട് താല്പര്യങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഇസ്രായേലിനോട് യോജിക്കുന്ന രാജ്യങ്ങളും യോജിക്കാത്ത രാജ്യങ്ങളുമുണ്ട്. USA-യും UK-യും യൂറോപ്യൻ യൂണിയനും ഒന്നും സിറിയയെ ദുർബലമാക്കുന്നതിനോട് യോജിക്കുന്ന രാജ്യങ്ങളല്ല. അതേസമയം ഹിസ്ബുള്ള എന്ന ഒരു ഭീകര സംഘടനയുടെ വളർച്ചയ്ക്ക് ഈ സിറിയയിലെ തുർക്കിയുടെ മേധാവിത്വം വലിയ തോതിൽ സഹായകരമാകുമെന്ന വിലയിരുത്തൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയെ ഇതിനകം തന്നെ ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. ഏതായാലും ഇത്തരത്തിലൊരു സംഘർഷം വല്ലാതെ പടർന്നു പിടിച്ചാൽ, അല്ലെങ്കിൽ തുർക്കിയും ഇസ്രായേലും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വന്നാൽ രണ്ട് ഭാഗത്ത് നിൽക്കാൻ രാജ്യങ്ങളുണ്ടാകും, വൻ ശക്തികളുണ്ടാകും. സ്വാഭാവികമായും അത് പുതിയൊരു യുദ്ധമുഖം തുറക്കും. ലോകത്തിൻ്റെ യുദ്ധകേന്ദ്രമായി സംശയമില്ല സിറിയ മാറുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ സംഘർഷങ്ങൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തട്ടെ. ലോകമെമ്പാടും യുദ്ധങ്ങളില്ലാത്ത സമാധാനം പുലരുന്ന ഒരു നാൾ വരട്ടെ. തൽക്കാലം അങ്ങനെ വേണം നമുക്ക് ആശ്വസിക്കാനും പറഞ്ഞു നിർത്താനും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.